നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ അപ്പസ്തോലിക് നുൻസിയോ ലെയോപോൾഡോ ജിറെല്ലി, ഇന്നത്തെ പ്രധാന കാർമ്മികനായ അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ്, പ്രധാന സഹകാർമ്മികരായ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ പിതാവ്, ജോസഫ് കാരിക്കശ്ശേരി പിതാവ്, കോട്ടപ്പുറം രൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അഭിവന്യ അലക്സ് വടക്കുംതല പിതാവ്, CBCIയുടെ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്ത്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അഭിവന്യ പിതാക്കന്മാരെ, മോൺസിഞ്ഞൂർമാരെ, വൈദികരെ, മേജർ സുപ്പീരിയേഴ്സ്, സന്യസ്തരെ, സഹോദരി സഹോദരന്മാരെ, ഈ നാടിന്റെ മകനും ഈ രൂപതയുടെ മകനുമായ എന്നെ ഈ വചനപ്രഘോഷണം ഏൽപ്പിച്ച അഭിവന്യ അലക്സ് പിതാവിനും ഈ രൂപതയിലെ വൈദികർക്കും ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയാണ്. നമുക്കൊരു മെത്രാന് ലഭിച്ചതിൽ നമുക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. നിങ്ങളെല്ലാവരും ഒരു പുതിയ മെത്രാനെ വേണമെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ നിലവിളിക്ക് ദൈവം നൽകിയ ഉത്തരമാണ് നിയുക്ത മെത്രാൻ ആംബ്രോസ് പുത്തൻവീട്ടിൽ. പ്രിയപ്പെട്ടവരെ, നിയുക്ത മെത്രാൻ ആംബ്രോസ് പുത്തൻവീട്ടിലും നമുക്ക് ഓരോരുത്തർക്കുമായി ഇന്ന് ദൈവം നൽകിയ സന്ദേശമാണ് നമ്മൾ സുവിശേഷത്തിലൂടെ വായിച്ചു കേട്ടത്. അതെടുത്തിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നിന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രസിദ്ധമായ പൗരോഹിത്യ പ്രാർത്ഥനയാണ്. പ്രീസ്റ്റ്ലി പ്രയർ എന്ന് പറയും. ഈ പ്രാർത്ഥന പഠിച്ചതിനു ശേഷം നമ്മുടെ പരിശുദ്ധ പിതാവായിരുന്ന ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ പറയുകയുണ്ടായി, ഇതിൽ 4 പ്രമേയങ്ങൾ, 4 തീംസ് ഉണ്ടെന്ന്. അത് വളരെ വിശദമായിട്ട് അദ്ദേഹം നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തെ പ്രമേയം നിത്യജീവനെ പറ്റിയാണ്, ഇറ്റേണൽ ലൈഫ്. പതിനേഴാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുകയാണ്, സത്യദൈവമായ അങ്ങയെ അറിയുകയും അങ്ങയച്ച യേശുക്രിസ്തുവിനെ അറിയുകയും ചെയ്യുകയാണ് നിത്യജീവനെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ അംബ്രോസ് പിതാവ് മെത്രാനായിരിക്കുന്നത് ഈ നിത്യജീവനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. നിത്യജീവൻ എന്താണെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
ഇന്ന് നിത്യജീവനെ കുറിച്ചുള്ള ഓർമ്മകൾ മനുഷ്യന്റെ മനസ്സിൽ നിന്നും കടന്നു പോകുമ്പോൾ അത് ഓർമ്മിക്കുന്നതിന് വേണ്ടി, അത് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി നിയുക്തനാവുകയാണ് നമ്മുടെ ആംബ്രോസ് പിതാവ് എന്ന് നമുക്ക് പറയാം. ആംബ്രോസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കുന്നത് മിലാനിലെ മെത്രാനായിരുന്ന ആംബ്രോസ്, വിശുദ്ധ ആംബ്രോസിനെയാണ്. ആ വിശുദ്ധ ആംബ്രോസിന്റെ കൂട്ടുകെട്ടിലാണ് പ്രസിദ്ധനായ വിശുദ്ധ അഗസ്റ്റിൻ വിശുദ്ധനായി തീർന്നത്. ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്കെന്ത് പ്രയോജനമെന്ന് ഉള്ള ചോദ്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി. അതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് മാറ്റം വരികയായിരുന്നു. അങ്ങനെ അദ്ദേഹം വിശുദ്ധനായി, പാപിയായ വിശുദ്ധ അഗസ്റ്റിൻ വിശുദ്ധനായി തീരുകയാണ് ചെയ്തത്. ഇന്ന് നമ്മുടെ അംബ്രോസ് പിതാവ് നിയോഗിക്കപ്പെടുന്നത് ഈ നിത്യജീവനെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയാനാണ്. ഈ കോട്ടപ്പുറം രൂപതയിൽ മാത്രമല്ല, ലോകമെമ്പാടും വചനം പ്രഘോഷിക്കുവാൻ നിയുക്തനാവുകയാണ് നമ്മുടെ അംബ്രോസ് പിതാവ്. രണ്ടാമത്തെ പ്രമേയം, കർത്താവ് പ്രാർത്ഥനയിൽ പറയുകയാണ്, ഞാൻ അങ്ങയുടെ നാമം ഇവർക്ക് വെളിപ്പെടുത്തിയെന്ന്. അതായത് ദൈവത്തിന്റെ നാമം, ദൈവത്തിന്റെ ശക്തി ഈ ജനങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്തി കൊടുത്തുവെന്ന് യേശു പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ആംബ്രോസ് പിതാവും നിയമിതരാകുന്നത് ഇതിനു വേണ്ടി തന്നെയാണ്, ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി. നമ്മുടെ ബെനഡിക്ട് 16 മാർപ്പാപ്പ ഒരു പുസ്തകം എഴുതുകയുണ്ടായി. അത് ആ പുസ്തകത്തിന്റെ പേര് ജീസസ് ഓഫ് നാസറത്ത്, നസറത്തുകാരനായ യേശു. ആ പുസ്തകത്തിൽ മാർപ്പാപ്പ ചോദിക്കുകയാണ്, എന്താണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത്? സമാധാനമാണോ? സമ്പത്താണോ? സമ്പൽ സമൃദ്ധിയാണോ? ഐശ്വര്യമാണോ? ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ആ ചോദ്യത്തിന് ഉത്തരങ്ങളൊന്നും നൽകാതെ മാർപ്പാപ്പ പറയുകയാണ്, യേശു ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത് സാക്ഷാൽ ദൈവത്തെയാണ് എന്ന്. യുഗയുഗാന്തരങ്ങളായി മനുഷ്യൻ കാത്തിരുന്ന ദൈവത്തെ ഭൂമിയിൽ അവതരിപ്പിക്കുകയാണ് യേശു ക്രിസ്തു ചെയ്യുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മനുഷ്യന് എല്ലാമുണ്ട്. എന്നാൽ നമ്മുടെ മെത്രാന്മാരുടെ കടമ എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെ കൊണ്ടുവന്ന് മനുഷ്യർക്ക് പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. ദൈവത്തിൽ നിന്നും ദൈവിക മൂല്യങ്ങളിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യന് ദൈവം ആരാണെന്ന്, ദൈവം എന്താണെന്ന്, ദൈവത്തിന്റെ മൂല്യങ്ങൾ എന്താണെന്ന് പഠിപ്പിക്കുവാൻ നിയമിതരാവുകയാണ് നമ്മുടെ നിയുക്ത അംബ്രോസ് പിതാവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മൂന്നാമത്തെ പ്രമേയം, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, സത്യമെന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം മാംസമായി അവതരിച്ചതാണ് യേശു ക്രിസ്തു. ആ സത്യത്തെ മനുഷ്യർക്ക് നൽകുവാൻ, വെളിച്ചമായി നൽകുവാൻ നിയുക്തനാകുകയാണ് ഈ അംബ്രോസ് പിതാവ് ചെയ്തിരിക്കുന്നത്. നാലാമത്തേതായിട്ട് പ്രമേയം, പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന്. ഒരു മെത്രാന്റെ ഏറ്റവും വലിയ കടമ
ഈ പ്രാർത്ഥന ചൊല്ലി തന്റെ ജനത്തെ ഒരുമയിൽ, കൂട്ടായ്മയിൽ, ഐക്യത്തിൽ ജീവിക്കുവാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ കർത്താവായ ഈശോയെ അനുഗമിക്കുവാൻ ആംബ്രോസ് പിതാവിന് കഴിയണം. യേശുക്രിസ്തുവിന്റെ ലക്ഷ്യം ഏതാനും പേരുടെ നന്മയായിരുന്നില്ല, എല്ലാവരുടെയും നന്മയായിരുന്നു. എല്ലാവർക്കും എല്ലാമായി തീർന്നുകൊണ്ട് അവിടെ നിന്ന് ലക്ഷ്യം വെച്ച പരിവർത്തനം സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു പരിവർത്തനമാണ് നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഒരു സ്നേഹ വിപ്ലവത്തിന് മാത്രമേ ലോകത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന്, എ റെവല്യൂഷൻ ഓഫ് ലവ്, എ കൾച്ചർ ഓഫ് ലവ്, ഒരു സിവിലൈസേഷൻ ഓഫ് ലവ്, അതുണ്ടായാൽ മാത്രമേ ലോകം നന്നാവുകയുള്ളൂ എന്ന് പഠിപ്പിച്ചവരാണ് യേശു ക്രിസ്തു. അതിനുവേണ്ടി കാൽവരി കയറി നമുക്ക് വേണ്ടി തന്റെ ജീവനെ തന്നെ നൽകിയവരാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ പോലെ എല്ലാവരെയും ഭിന്നിപ്പിക്കുവാനല്ല, മറിച്ച് ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ശക്തി കൊടുക്കുവാൻ നമ്മുടെ ആംബ്രോസ് പിതാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളിരു പക്ഷേ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരിക്കും, എന്തുകൊണ്ട് ഈ ആംബ്രോസ് പള്ളിപ്പുറത്തുകാരനായ ഫാദർ ആംബ്രോസ് മെത്രാനായി എന്ന്. ഒന്നാമത്തെ കാരണം, 2 ദിവസം മുമ്പ് നമ്മൾ വായിച്ച ലേഖന ഭാഗമാണ്. സാമുവേലിന്റെ പുസ്തകം, 1-ാം പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 13 വരെ വാക്യങ്ങൾ. അവിടെ പറയുന്നത് ദൈവം കാണുന്നത് പുറം മോടിയല്ല, മറിച്ച് ഹൃദയത്തെയാണെന്ന്. അങ്ങനെയാണ് ദൈവം ദാവീദിനെ രാജാവായി തിരഞ്ഞെടുക്കുന്നത്. ഇതുപോലെ തന്നെ ആംബ്രോസ് പിതാവിന്റെ ഹൃദയം കണ്ട ദൈവം നമുക്ക് വേണ്ടി അദ്ദേഹത്തെ മെത്രാനായിട്ട് നൽകുകയാണ്. രണ്ടാമതായി, എന്തുകൊണ്ട് ആംബ്രോസ് പിതാവ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അപ്പോസ്തലന്മാരുടെ നടപടി 6-ാം അധ്യായം 3-ാം വാക്യമാണ്. അവിടെ പറയുന്നത് യേശുവിന്റെ ശിഷ്യന്മാർക്കുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസിനെ കുറിച്ചാണ്. 3 ക്വാളിറ്റീസാണ് പറയുന്നത്. ഒന്നാമതായി സൽപ്പേരുള്ളവനായിരിക്കണം. രണ്ടാമതായിട്ട് ആത്മാവിൽ നിറഞ്ഞവനായിരിക്കണം. മൂന്നാമതായിട്ട് വിജ്ഞാനിയായിരിക്കണം. ഈ 3 ഗുണങ്ങളും ഈ ആംബ്രോസ് പിതാവിൽ ഉണ്ട് എന്നുള്ളത് കണ്ടതുകൊണ്ടാണ് നമ്മുടെ പാപ്പ ഇദ്ദേഹത്തെ മെത്രാനായി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമതായി, എന്തുകൊണ്ട് ഈ ആംബ്രോസ് പിതാവ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കാർലോ മരിയ മർത്തീനി മിലാനിലെ മെത്രാപ്പോലിത്തയായിരുന്നു, കർദിനാളായിരുന്നു. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ലോകത്തെ രക്ഷിക്കാൻ പറ്റുന്ന സൗന്ദര്യങ്ങൾ ഏതാണെന്ന്. ലോകത്തെ രക്ഷിക്കുവാൻ പറ്റുന്ന സൗന്ദര്യങ്ങൾ, ബ്യൂട്ടി ഏതാണെന്ന്. എന്നിട്ട് ഈ കർദിനാൾ പറയുകയാണ്, ഒന്നാമത് പ്രാർത്ഥനയുടെ സൗന്ദര്യം, 2 ലാളിത്യത്തിന്റെ സൗന്ദര്യം, 3 ദാരിദ്ര്യത്തിന്റെ സൗന്ദര്യം, 4 നിശബ്ദതയുടെ സൗന്ദര്യം, 5-ാമതായിട്ട് സഹനത്തിന്റെ സൗന്ദര്യം. ഈ 5 സൗന്ദര്യങ്ങളുമാണ് ലോകത്തെ രക്ഷിക്കാൻ പറ്റുന്ന സൗന്ദര്യങ്ങളെന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ ഈ കർദിനാൾ പറയുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ഈ 5 സൗന്ദര്യങ്ങളും തന്റെ ജീവിതത്തിലുള്ള വ്യക്തിത്വമാണ് നമ്മളെ നിയുക്തമെത്താൻ ആംബ്രോസ് പിതാവ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട്
ഇന്ന് നമ്മുടെ പ്രധാന കാർമ്മികരായ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് ഈ അംബ്രോസ് പിതാവിന് കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കുരിശും മാലയും, കയ്യിലേക്കൊരു മോതിരം, തലയിലൊരു തൊപ്പി, പിന്നെ ഇടയൻ എന്ന നിലയിലുള്ളൊരു വടി, ഇതെല്ലാം അദ്ദേഹത്തിന് ഇന്ന് ലഭിക്കും. ഒന്ന് മാത്രം ഞാൻ പറയുകയാണ്, എന്തിനാണ് കുരിശും മാലയും? അതിനെക്കുറിച്ച് നല്ലൊരു ഉത്തരം നൽകിയിരിക്കുന്നത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എഴുതിയ ഒരു പുസ്തകം അൽസാത്തബി അന്ത്യാമോ, എഴുന്നേൽക്കുവിൻ നമുക്ക് പോകാം. ഗെത്സെമനി തോട്ടത്തിലിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം തന്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു പറയുകയാണ്, എഴുന്നേൽക്കുവിൻ നമുക്ക് പോകാമെന്ന്. എവിടേക്കാ പോകുന്നത്? ജെറൂസലേമിലേക്ക് സഹിക്കുവാനായിട്ട്. എന്നിട്ട് മാർപ്പാപ്പ പറയാണ്, കാർഡിനൽ വിസൻറ്റി എനിക്ക് പട്ടം തന്നപ്പോൾ കുരിശും മാലയും തന്നു. ആ കുരിശും മാലയും എന്റെ ഹൃദയത്തോട് ചേർത്താണ് ഞാൻ ഇട്ടിരുന്നത്. ഓരോ പ്രാവശ്യവും ആ കുരിശും മാലയും അണയുമ്പോൾ ഞാൻ ചോദിക്കും, ഒന്നാമതായിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, കുരിശിൽ മരിച്ചവൻ ആരാണ്? രണ്ടാമതായിട്ട് ഞാൻ ചോദിക്കുമായിരുന്നു, അവിടുത്തെ മരണവും എന്റെ ജീവിതവും തമ്മിലുള്ള ബന്ധം എന്താണ്? മൂന്നാമതായിട്ട് എന്തുകൊണ്ട് അവിടുന്ന് ഇപ്രകാരം ഒരു മരണം തിരഞ്ഞെടുത്തു? നാലാമതായിട്ട് ചോദിച്ച ചോദ്യം ഇതാണ്, കുരിശിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ആരാണ്? ഇന്ന് ഈ നിയുക്ത അംബ്രോസ് പിതാവിനോട് എനിക്ക് പറയാനുള്ളത്, ഓരോ കുരിശ് എന്ന് പറയുന്നത് ഒരു ആഡംബരമല്ല. കുരിശ് നമ്മുടെ നെഞ്ചിൽ നിന്ന് എടുത്തു കളയാവുന്നതല്ല. ആ കുരിശ് എന്നും നെഞ്ചോട് ചേർത്ത് കിടക്കണം. ചിലരെങ്കിലും വിചാരിക്കുന്നത് അത് ആഡംബരമായിട്ട് മെത്രാന്മാർ അണിയുന്നതാണെന്നുള്ളതാണ്. മറിച്ച് ആ കുരിശിനോടുള്ള ആഭിമുഖ്യം, ബന്ധം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ കുരിശ് ഇടുന്നത്. അപ്പൊ ഈ 4 ചോദ്യങ്ങൾ ഈ പിതാവിന് ചോദിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകം ആശംസിക്കുകയാണ്. ഇനി ഇത് മറന്നുപോയാൽ എന്നോട് എപ്പോഴെങ്കിലും ഫോൺ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് ആ 4 ചോദ്യങ്ങളും പറഞ്ഞു കൊടുക്കാമെന്ന് ഇപ്പോൾ തന്നെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ മെത്രാനായിട്ട് 25 വർഷമായി. എന്റെ അനുഭവം ഞാൻ പറയുകയാണ്, 25 വർഷത്തിൽ ഒരു ബുദ്ധിമുട്ടോ ക്ലേശമോ എനിക്കുണ്ടായിട്ടില്ല. എന്നെ സ്നേഹിച്ച ജനങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജനങ്ങളുമാണ് എന്റെ ചുറ്റുപാടും ഉണ്ടായിട്ടുള്ളതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ മെത്രാനായതിനു ശേഷം റോമിൽ പോയപ്പോൾ ഒരു ഇറ്റാലിയൻ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഊന ബെല്ല ക്രോച്ചെ. ഇറ്റാലി അറിയാവുന്ന ആളുകൾക്ക് അറിയാം, മെത്രാനാവുക എന്ന് പറഞ്ഞാൽ ഊന ബെല്ല ക്രോച്ചെ എന്ന് പറഞ്ഞാൽ എ ബ്യൂട്ടിഫുൾ ക്രോസ്, സുന്ദരമായ ഒരു കുരിശ്. കുരിശ് എങ്ങനെ സുന്ദരമാകുന്നത്? സഹനം എങ്ങനെ സുന്ദരമാകും? പക്ഷേ നമ്മൾ ദൈവത്തോടൊത്ത് ചുമക്കുമ്പോൾ അത് സുന്ദരമാകും. ഇന്ന് വരെയും എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഈ മെത്രാൻ സ്ഥാനം ഉന ബെല്ല ക്രോച്ചെ എന്നാണ്, ഒരു സുന്ദരമായ കുരിശെന്ന്. അത് സുന്ദരമാകുന്ന എന്തുകൊണ്ടാണ്? നമ്മുടെ കൂടെയുള്ള ജനങ്ങളാണ്, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജനങ്ങളാണ്. ഒരിക്കൽ ഒരു വൈദികൻ പള്ളിയിൽ വെച്ച് അവിടെ ഉണ്ടായിരുന്നവരോട് ചോദിച്ചു, ഒരു വൈദികൻ തോൽക്കുന്നത് എപ്പോഴാണ്? അവിടെ ഉണ്ടായിരുന്ന പലരും അതിന് ഉത്തരം നൽകി. വൈദികൻ പറഞ്ഞു, നല്ല ഉത്തരം പറയുന്ന ആൾക്ക് ഞാൻ 2000 രൂപ തരുമെന്ന്.
പക്ഷെ ആരും നല്ല ഉത്തരവൊന്നും പറഞ്ഞില്ല. അവസാനം അവിടെ ഇരുന്നൊരു കുട്ടി അച്ഛനോട് പറഞ്ഞു, അച്ഛോ, വൈദികന് വേണ്ടി ജനങ്ങൾ പ്രാർത്ഥിക്കാതെ വരുമ്പോൾ വൈദികൻ തോൽക്കുമെന്ന്. പരിപൂർണ നിശബ്ദതയായിരുന്ന പള്ളിയിൽ വൈദികൻ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു. അദ്ദേഹം ആ കണ്ണീരെടുത്ത് തുടച്ചു മാറ്റി. എന്നിട്ട് ആ കൊച്ചുകുട്ടിയോട് പറഞ്ഞു, മോനെ, കുർബാന കഴിയുമ്പോൾ നീ വന്ന് 2000 രൂപ എന്നിൽ നിന്ന് വാങ്ങിക്കൊള്ളണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു മെത്രാനും ഒരു വൈദികനും ഒരു സന്യാസിനിയൊക്കെ തോൽക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കാതെ വരുമ്പോഴാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു മെത്രാൻ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ വൈദികരുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം സമ്പന്നമായിരിക്കും. അവരുടെ ജീവിതം വിശുദ്ധിയുടേതായിരിക്കും. അപ്പോൾ ഒരു വൈദികൻ, ഒരു മെത്രാൻ, ഒരു സന്യാസിനി, ഒരു സന്യാസി പരാജയപ്പെടുന്നത് അവർക്ക് വേണ്ടി ജനങ്ങൾ പ്രാർത്ഥിക്കാതെ വരുമ്പോഴാണ്. നിങ്ങളുടെ പ്രാർത്ഥന അംബ്രോസ് പിതാവിന്റെ കൂടെ എന്നും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.